ഹലോ ഗൈസ്, അങ്ങനെ ഞാനും ബാറോസ് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ പടം കണ്ടു കഴിഞ്ഞു. ഈ പടം തിയേറ്ററിൽ പോയി കണ്ട ആരാ പറഞ്ഞ ഈ പടം കൊള്ളത്തില്ലെന്ന്? നല്ല അടിപൊളി പടം. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, മുതിർന്നവർക്ക് എല്ലാം ഇഷ്ടപ്പെടും. പിന്നെ എന്തുകൊണ്ട് ഇത് പൊട്ടി? ഇത് കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയതല്ലേ. കുട്ടികളുടെ ആ ഒരു ലെവലിൽ കാണണം, എന്നാലേ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഓ, അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലേ? അങ്ങനെ ഞാനും കണ്ടടേ ആ പടം ബാറോസ്. OTT റിലീസായല്ലോ, അപ്പോൾ ഞാനും ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ഈ പടം തിയേറ്ററിൽ പോയി കണ്ടവർക്കൊക്കെ എന്തെങ്കിലും വലിയ സമ്മാനം കൊടുക്കണം. അതായത് അവർ 150 രൂപയും കണ്ടല്ലേ ടിക്കറ്റ് ചാർജ്, 150 പ്ലസ് 3Dയും കൂടെ അല്ലായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും ഒരു 200 സംതിങ് ആയി കാണുമല്ലോ, അത് കൊടുത്തു. പിന്നെ 2.5 മണിക്കൂർ ഈ പടമുണ്ട്. ഇത്രയും രൂപ കൊടുത്ത് 2.5 മണിക്കൂർ ആ തിയേറ്ററിൽ ഇരുന്ന് ഈ പടം കണ്ടവരെ സമ്മതിച്ച് തന്നെ കൊടുക്കണം. കാരണം അവരുടെ ആ ഒരു ക്ഷമയും അത്രയും പൈസ കൊടുക്കാൻ കാണിച്ച മനസ്സും എല്ലാം നമ്മൾ കാണണം. പിന്നെ കുറേ പേരൊക്കെ പകുതി ആയപ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്നൊക്കെ കേട്ടു. എന്തിനു പറയണം, പിള്ളേർ വരെ പറഞ്ഞായിരുന്നു മറ്റേ ഫസ്റ്റ് ഹാഫ് ബോറ്, സെക്കൻഡ് ഹാഫ് കണ്ടില്ല ഉറങ്ങിപ്പോയെന്ന്. ഈ പടം ഇപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT റിലീസായിട്ടുണ്ട്. OTT റിലീസായിട്ട് പോലും ഈ പടം ഞാൻ കണ്ടു തീർത്തത് 2 ദിവസം കൊണ്ടാണ്. 2 ദിവസം കൊണ്ട് കണ്ടു തീർത്തെങ്കിലും ഞാൻ കുറേ ഭാഗമൊക്കെ അടിച്ച് കളയേണ്ടി വന്നു. കാരണം അത്രയ്ക്ക് ബോറ് സാധനമായിരുന്നു ഇതിനകത്തെ പല സീനുകളും. ഇതിനകത്ത് വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ചൊക്കെയുള്ള ഒരു സീനുണ്ട്, നമ്മൾ കണ്ടിരിക്കത്തില്ല. അതൊക്കെ നമ്മൾ അടിച്ചു കളയും. VFX ഒക്കെ ആണെങ്കിൽ നല്ല ശോകമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ കണ്ടവർക്ക് 3D എഫക്റ്റ് കുറച്ചൊക്കെ വർക്കായി കാണും. പിന്നെ അതിൻ്റെ കറക്റ്റ് എനിക്കറിയത്തില്ല, അത് തിയേറ്ററിൽ പോയി കണ്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് വീഡിയോ കാണുന്ന ആരെങ്കിലും തിയേറ്ററിൽ പോയി ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ 3D എഫക്റ്റ് നല്ലതായിരുന്നോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഈ പടം 100-150 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയേക്കുന്നതെന്നാണ് എവിടേക്കോ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു. ഈ കോടികളൊക്കെ ഈ പടത്തിൻ്റെ ഏത് ഭാഗത്താണ് ഉപയോഗിച്ചേക്കുന്നതെന്ന് ഞാൻ ഏതായാലും ഈ പടം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് 150 കോടിയുടെ സാധനമൊന്നും ഈ പടത്തിലില്ല. പിന്നെ 3D വർക്കിന് കുറച്ച് കൊടുത്ത് കാണും. അതല്ലാതെ ഈ പടത്തിനകത്ത് പോസിറ്റീവ് പറയാൻ ഒറ്റ സാധനമില്ല. ഇതിനകത്ത് കുറച്ച് ഫൈറ്റൊക്കെ ഉണ്ട്, എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. ഇത്രയും മോശം ഫൈറ്റ് ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ചില സീനൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലും ഭേദം നല്ല കാർട്ടൂണും അല്ലായിരുന്നു എന്ന്. കാർട്ടൂണൊക്കെ ഇതിനേക്കാൾ എന്ത് ഭേദമാണ്. പിന്നെ മോഹൻലാൽ ഈ പടം എന്ത് കണ്ടിട്ടാണ് സംവിധാനം ചെയ്തതെന്ന് ഈ പടം കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ പടത്തിനകത്ത് അവസാനം പ്രണവ് മോഹൻലാലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ എന്താവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ പടത്തിൻ്റെ കഥ കൊള്ളത്തില്ല, ഇൻ്റർവെല്ലൊക്കെ എന്താണോ എന്തോ. പിന്നെ ഒരു ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്, നല്ലതാണ്. ഇതിനകത്ത് ആകെ കൊള്ളാവുന്നത് ഇതിനകത്തൊരു കൊച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ കൊച്ചിനെ കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും കൊള്ളാം. അതൊഴിച്ചാൽ ഇതിനകത്ത് പോസിറ്റീവ് എന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെ നമുക്കറിയാൻ വയ്യാത്ത ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റൊക്കെ മറ്റേ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ആക്ടേഴ്സിന് കൊടുത്തായിരിക്കും ഈ 150 കോടിയിൽ ഒരു 125 കോടിയും അങ്ങനെ പോയി കാണും. എന്നാലും 25 കോടിക്കുള്ളതും ഇല്ല. എനിക്ക് തോന്നുന്നു മോഹൻലാൽ പൃഥ്വിരാജൊക്കെ സംവിധാനം ചെയ്യുന്നത് കണ്ടിട്ട് എന്നാൽ പിന്നെ നമുക്കും സംവിധാനം ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചെയ്ത പടമായിരിക്കും. ഏതായാലും ആദ്യത്തെ ശ്രമം പാളിപ്പോയി എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ പുള്ളി ഒരെണ്ണം സംവിധാനം ചെയ്താൽ അതും കൊള്ളത്തില്ലെന്നല്ല. ഏതായാലും ഫസ്റ്റ് നല്ല രീതിയിൽ പാളിയിട്ടുണ്ട്. പുള്ളി ഇനിയും ചിലപ്പം സംവിധാനം ചെയ്യാതിരിക്കാം. ചെയ്യുവാണെങ്കിൽ ഇതുപോലുള്ളത് ചെയ്യാതിരിക്കുക, നല്ല സാധനങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിനകത്ത് ഡയലോഗ്, ചില ഡയലോഗൊക്കെ നമ്മൾ കേട്ടാൽ തോന്നും മറ്റേ പഴയ കാലത്ത് നാടകത്തിലൊക്കെ എഴുതുന്ന ഡയലോഗില്ലേ, അതുപോലുള്ള സാധനങ്ങളും എല്ലാം ഇതിലുണ്ട്. ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് എന്തൊക്കെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നോ ആ സാധനം എല്ലാം ഈ പടത്തിലുണ്ട്. ഈ ഒരു പടം കൊച്ചു പിള്ളേർക്ക് വേണ്ടി എടുത്താണെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. പക്ഷേ കൊച്ചു പിള്ളേർ പോലും ഇത് കണ്ടിരിക്കത്തില്ല. ഇതെടുത്തു കഴിഞ്ഞിട്ട് മോഹൻലാൽ പടം കണ്ടില്ലേ? ചില സ്ഥലത്തെയൊക്കെ VFX കാണണം, നമ്മൾ ഒട്ടും സഹിക്കത്തില്ല. അതായത് ഏറ്റവും ലോ സാധനം എങ്ങനെ ചെയ്യാവോ അത് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ നമുക്കിതിനകത്ത് ഇൻട്രസ്റ്റായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒറ്റൊരു സാധനമില്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പാട്ടാണേലും കൊള്ളത്തില്ല, കഥയും കൊള്ളത്തില്ല, ഇൻ്റർവെല്ലും കൊള്ളത്തില്ല, ക്ലൈമാക്സും കൊള്ളത്തില്ല. ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ അതൊന്നും കൊള്ളത്തില്ല. പിന്നെ ഫസ്റ്റ് ട്രൈ അല്ലേ, ഇനിയും ട്രൈ ചെയ്യാമല്ലോ, ഇനിയും വിജയിച്ചാലോ. ഏതായാലും നിങ്ങളൊക്കെ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഏതായാലും എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. വെറുതെ എൻ്റെ അത്രയും സമയം പോയി എന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്താണ്. ഓക്കെ, ബൈ.